തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയും ഇത്തവണയും രണ്ട് ട്രാക്കിൽ ഓട്ടം തുടരുന്നു. 2.77 കോടി വോട്ടർമാരുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയേക്കാൾ 15 ലക്ഷത്തിലേറെ പേർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന തദ്ദേശ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. അന്തിമ പട്ടിക ഓഗസ്റ്റ് 30-ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ജൂലൈ 23-ന് കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ 10 ലക്ഷം വോട്ടർമാർക്ക് പിന്നിലായിരുന്നു തദ്ദേശ പട്ടികയിലെ എണ്ണം. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പ്രാദേശിക തലത്തിൽ മത്സരിച്ച വോട്ടർമാരെ ചേർത്തോടി അത് കേന്ദ്ര പട്ടികയെ കടത്തിവെട്ടി. രണ്ടു പട്ടികകളിലെയും കണക്കുകൾ ഏകദേശം ഒരുപോലെ വരാത്തതെന്ന ചോദ്യങ്ങൾക്ക് ഇത്തവണയും കൃത്യമായ ഉത്തരമില്ല. പരേതരും സ്ഥലം മാറിപ്പോയവരുമായ വലിയൊരു വിഭാഗം ആളുകളെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ കൃത്യമായി നടന്നിട്ടില്ലെന്ന് ഇപ്പോഴും പരാതികളുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ മരണ രജിസ്റ്റർ പരിശോധിച്ചാൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായ സെക്രട്ടറിമാർക്ക് തന്നെ പരേതരെ നീക്കാമെങ്കിലും ആരും മെനക്കെടാറില്ല. പട്ടികയിൽ പേര് ചേർക്കാനും നീക്കാനും അപേക്ഷിച്ചവർ വിവിധ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഹിയറിംഗിന് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ മുമ്പിൽ ഹാജരായി നടപടികൾ പൂർത്തിയാക്കുമ്പോഴേ വോട്ടർമാരുടെ അന്തിമ ചിത്രം വ്യക്തമാകൂ. അന്തിമ പട്ടിക 30-ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ അപേക്ഷകളിൽ ഹിയറിംഗിന് നടപടികൾ പൂർത്തിയാക്കാൻ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും വേണ്ടിവരും. ഒരിക്കൽ ഹിയറിംഗിന് ഹാജരാക്കാൻ സാധിക്കാത്തവർക്ക് വീണ്ടും അവസരം നൽകേണ്ടി വന്നാൽ നടപടികൾ നീളാം. 2020 തെരഞ്ഞെടുപ്പിന് ശേഷം 2.76 കോടി വോട്ടർമാരായിരുന്നു അന്തിമ പട്ടികയിൽ. 5 വർഷത്തിനകം പട്ടികയിലേക്ക് അധികമായി എത്തുന്നവരുടെ എണ്ണം 15.51 ലക്ഷം വരും. ഇടുക്കി വിഷൻ, കുമളി.